പ്രശാന്ത് ഹാപ്പിയാണോ? സുരേഷ് ഗോപി ജയിച്ചല്ലോ, സന്തോഷമുണ്ടോ? സന്തോഷം. നല്ലൊരു മനുഷ്യനാണല്ലേ, വളരെ കൃത്യമാണ്. നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും പുള്ളി. നാട്ടുകാർക്ക് വേണ്ടി പണ്ടേ അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും സുരേഷ് ഗോപി ജയിച്ചു. അത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട്. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, അല്ല രാഷ്ട്രീയക്കാരനാവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം. മറ്റേ മാധ്യമപ്രവർത്തക ഉണ്ടല്ലോ, മീഡിയ ഉണ്ടല്ലേ, പുള്ളിയുടെ തോളിൽ കൈവച്ചപ്പോ അതിനെ ഭയങ്കരമായിട്ട് വളച്ചൊടിക്കാൻ ശ്രമിച്ചല്ലോ. നാട്ടുകാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി കിട്ടിയിരിക്കുന്നത്. അത് അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് പറയാം. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന, സ്വപ്ന സുരേഷ് അല്ലല്ലോ, അതിന് മുമ്പ് UDF ആരോപണം സരിത നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണമായിട്ട് വന്നു. അത് CPM വന്ന് ഏറ്റെടുത്തായിരുന്നു. അവസാനം CPM ഇലക്ഷൻ സമയത്ത് എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരെ ഇനി ഒന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇത് പറയും തോറും ഉമ്മൻചാണ്ടിക്കുള്ള പിന്തുണ കൂടിക്കൊണ്ടിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ പറ്റി അങ്ങനെ ആരും കാണത്തില്ല, ആര് പറഞ്ഞാലും കാണത്തില്ല. അപ്പൊ സുരേഷ് ഗോപി എന്ന പൊതുമധ്യത്തിൽ വെച്ചാൽ കൊച്ചിന്റെ മോളുടെ വാത്സല്യത്തോടു കൂടി കൈകാറ്റി മാറ്റിയതാണ്. അത് വ്യാഖ്യാനിക്കുമ്പം അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ കേരളത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് എന്തായാലും സ്ത്രീ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യം കൂടെ, ഈ സുരേഷ് ഗോപിയുടെ ഈ ജയം അത് BJPയുടെ ജയമാണോ, സുരേഷ് ഗോപി എന്ന ബ്രാൻഡിന് കിട്ടിയ ജയമാണോ? സുരേഷ് ഗോപി ഇനി BJP ആവണം. BJP അല്ല അപ്പൊ പുള്ളി? അല്ല, ഇതുവരെ ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് വേറൊരർത്ഥമുണ്ട്. സുരേഷ് ഗോപി ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് വളരെ കാലമായി. സുരേഷ് ഗോപി ആദ്യം SFI ആയിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതിനുശേഷം കരുണാകരൻ്റെ ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നയനാരുടെ ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ നയനാർക്കും കരുണാകരനും സുരേഷ് ഗോപിയെ പൊതുരംഗത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവരുടെ പാർട്ടി അനുവദിച്ചില്ല. പക്ഷേ ഈ ആഗ്രഹവുമായിട്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി അടുത്തോ അല്ലെങ്കിൽ അമിത്ഷാ അടുത്തോ അല്ലെങ്കിൽ BJP അടുത്തോ സമീപിച്ചപ്പോൾ അതിനൊരു ഫ്രെയിം കൊടുത്തത് BJPയാണ്. നമ്മളൊരു നാടകം കഴിക്കണമെങ്കിൽ അതിന് സ്റ്റേജ് വേണം. വീട്ടിൽ ഇപ്പം ധനുഷ് വീട്ടിൽ നിന്നിട്ട് നാടകം കളിച്ചാൽ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ. ഇതുവരെ കളിച്ച നാടകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരും കണ്ടിരുന്നില്ല. നാടകമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം. കൂടെ ചോദിക്കട്ടെ, അതായത് കരുണാകരൻ നമ്മുടെ മലയാളിയാണ്, SFIക്കാരൻ നമ്മുടെ സംഘടനയാണ്, ഇതിന് പുറത്തു പോയ SFI ഇല്ല, ഇപ്പൊ സംഘടനയാണ്. ഇവർക്ക് ഒന്നും തോന്നാത്ത ഒരു അട്രാക്ഷൻ സുരേഷ് ഗോപിയോട് ഗുജറാത്തുകാരനായ നരേന്ദ്രമോദിക്ക് എന്താ തോന്നിയത്? നരേന്ദ്രമോദിക്ക് തോന്നിയെന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹം തിരിച്ചറിഞ്ഞു. സുരേഷ് ഗോപി നമ്മൾ ഈ കാണുമ്പോൾ ഒരു കമ്മീഷണർ ശൈലിയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു നന്മമരം തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന സമയത്തൊന്നുമല്ല അദ്ദേഹം നന്മ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം രാഷ്ട്രീയത്തിലെ പൊതുവേദിയിൽ തിളങ്ങാൻ തുടങ്ങിയപ്പോഴും, ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴും ഇദ്ദേഹത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ തുറന്നു പറയാൻ തുടങ്ങി. അന്നേരമാണ് ഇത്രയും വൈഡായിട്ട് വളരെ കാലം മുമ്പേ അദ്ദേഹം ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ 3/4 ഭാഗവും പാവത്തുങ്ങൾക്കും അല്ലെങ്കിൽ ആരെയൊക്കെ സഹായിക്കുന്നതിന് സന്നദ്ധനാണെന്ന് മനസ്സിലായി. അദ്ദേഹം പൊതുരംഗത്ത് വന്നപ്പോൾ BJPയുടെ ഭാഗമായപ്പോൾ അദ്ദേഹം കൊടുക്കുന്നതിന് BJP മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് നമ്മളൊക്കെ അറിയാൻ തുടങ്ങുന്നത്. പറഞ്ഞു അവിടെ കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ BJP, അത് BJPയുടെ രാഷ്ട്രീയമാണ്. അപ്പം കേരളത്തിലെ BJPക്കാരനാകണമെന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഫ്രെയിം കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് BJPക്കകത്ത് ഒരു പ്രത്യേക ആനുകൂല്യം കിട്ടി. BJP ഒരു കേഡർ പാർട്ടിയാണ്, CPMന്റെ കൂട്ടുകാരൻ്റെ ഒരു കേഡർ പാർട്ടിയാണെന്ന് പറയും ഒരു പരിധിവരെ. അപ്പം ഒരാൾക്ക് ഒരിടത്ത് മത്സരിക്കണമെങ്കിൽ നേരത്തെ തീരുമാനിച്ച് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 5 കൊല്ലം ആറ്റിങ്ങിൽ എന്നോളാം ശോഭാ സുരേന്ദ്രൻ ജയിച്ചേ. അത് 5 കൊല്ലം അവരെ അവിടെ നിർത്തിയാണെങ്കിൽ ഇപ്രാവശ്യം ജയിച്ചേനെ. അപ്പം ഓരോരുത്തർക്കും ഓരോ മണ്ഡലം നോക്കി അങ്ങനെ നിൽക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ പറ്റും. പക്ഷേ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ ഒക്കെ ആനുകൂല്യം കൊണ്ടാകാം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആദ്യ ലോക്സഭയിൽ മത്സരിച്ചു, അദ്ദേഹം തോറ്റുപോയി. രണ്ടാമത് നിയമസഭയിൽ മത്സരിച്ചു, അദ്ദേഹം തോറ്റുപോയി. പിന്നെ അവിടെ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് നല്ല കരളുറപ്പുണ്ടായിരുന്നു. അതിനൊരു അവസരം BJP ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാനീ പറയുന്നത്, ഇപ്പം പല പത്രസമ്മേളനങ്ങളും നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി ഈ പറയുമ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പത്രസമ്മേളനത്തിൽ എന്ത് പറയണമെന്നുള്ളൊരു കാര്യമല്ല. ഇന്ന് തന്നെ ഇത് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം, നമുക്ക് ഈ വീഡിയോയിൽ അതും കൂടെ പറഞ്ഞു പോകാം. ഇന്ന് തന്നെ ഒരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി ജയിച്ച ശേഷവും ഇവർക്ക് ഇരിക്കപ്പുറതി ഇല്ലല്ലോ, ഇനി സുരേഷ് ഗോപി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇന്നൊരു വിഷ്വൽ പുറത്തു വന്നു. അതായത് സുരേഷ് ഗോപി കാറിലേക്ക് കയറുന്നു. സുരേഷ് ഗോപി കാറിലേക്ക് കയറുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും കയറുന്നു. കാർ പുറത്തേക്ക് ഇറങ്ങുന്നു, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് സുരേഷ് ഗോപി ഡ്രൈവറോട് കാർ നിർത്താനായിട്ട് പറയുന്നു. ഡ്രൈവർ കാർ നിർത്തുന്നു, എങ്കിലും അയാൾ വീണ്ടും 2 അടി മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി അയാളെ അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ്. എന്നിട്ട് സുരേഷ് ഗോപി അടിക്കാൻ
ഓഡിയോ ഇല്ല, അടിക്കാനായിട്ട് കൈ ഓങ്ങാണ്. കൈ ഓങ്ങിയിട്ട് സുരേഷ് ഗോപി പുറത്തേക്ക് നോക്കിയിട്ട് ഒരു ആളെ വിളിക്കുന്നു. നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കാമെന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ വിളിക്കുക. അപ്പോൾ അതിനെ വലുതായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി ഡ്രൈവറെ അടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴേ അവർ പണി തുടങ്ങി എന്നുള്ളത് വേറൊരു കാര്യം. എപ്പോഴേ പണി തുടങ്ങി. ഇപ്പോൾ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം അദ്ദേഹം അവിടെ നിന്നു, കാര്യങ്ങൾക്കെല്ലാം പങ്കെടുത്തു, അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കുന്നു, ജനസേവനത്തിന് വേണ്ടി നിന്നു. അതെല്ലാം മാധ്യമങ്ങളിൽ കൂടി വന്നതും ഒക്കെ BJP ഗുണം ചെയ്തതുപോലെ സുരേഷ് ഗോപി ഈ ഏറ്റവും അവസാനം ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ച് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് എത്താൻ പറ്റാത്ത ബൂത്തുകളിലെല്ലാം നേരിട്ട് ചെന്ന് BJP പ്രവർത്തകർ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുമ്പോൾ എത്ര ആയാലും ആ മനുഷ്യനെ മാർക്കറ്റ് ചെയ്ത് എല്ലായിടും എത്തിച്ച് ഇത്രയും വലിയൊരു ഫിഗർ ആക്കുന്നതിന് BJPയുടെ വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് ഇനിയുള്ള സമയങ്ങൾ അദ്ദേഹം തീരുമാനം എടുക്കുമ്പോൾ ഞാൻ അമിത്ഷാജി, അദ്വാനി എന്നല്ല, എൻ്റെ പ്രവർത്തകരെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. പുള്ളി പ്രവർത്തിച്ചിട്ട് തീരുമാനം എല്ലാ കാര്യത്തിനും അവരെ പങ്കെടുപ്പിക്കുന്നതായിട്ടും എല്ലാ കാര്യത്തിലും കേരളത്തിലെ BJP എന്ന് പറഞ്ഞ സംഘടനയെ തൻ്റെ ഭാഗമാക്കി അതിനപ്പുറമുള്ള അവരോട് ചോദിക്കാനുള്ള പത്രസമ്മേളനങ്ങൾ അല്ലെ അവരോട് ചോദിക്കാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനകത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരു കാര്യം മാത്രമല്ല, ആ പാർട്ടിയുടെ ഇമേജിനെ അത് ബാധിക്കും. അപ്പോൾ അത് സുരേഷ് ഗോപി ശ്രദ്ധിച്ചു പോകുന്നത് വളരെ കൃത്യമായിരിക്കും. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ വളരെ കൃത്യമായിട്ട് വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. നിങ്ങളീ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് ആ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ വളരാൻ സാധിക്കും. കാരണം എല്ലായിടത്തും അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കും. സുരേഷ് ഗോപി ഇപ്പം തന്നെ ആദ്യം തന്നെ അജണ്ട പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരിവന്നൂർ ക്ലീൻ ആക്കുമെന്നാണ് സുരേഷ് ഗോപി. അത് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടിക്കുമെന്ന്. അതെ, ഇടപെടാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ കാര്യത്തിലും ഡീപ്പായിട്ട് ഇടപെടുകയും ആ ഏഴ് അവിടെ എനിക്ക് തൃശ്ശൂർ 10 നിയമസഭാ മണ്ഡലം 7 എന്തായാലും 7 നിയമസഭാ മണ്ഡലത്തിലും 6 സുരേഷ് ഗോപി ഈ പറഞ്ഞതുപോലെ മോദിയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ചെന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കാമെങ്കിൽ ആ സ്ഥാനാർത്ഥിയൊക്കെ ഒരു വട്ടം പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് പ്രവർത്തിക്കാമെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഒരു BJPയുടെ ഭാഗമാക്കി മാറ്റാൻ, വളരെ രാഷ്ട്രീയമായിട്ട് ഭാഗമാക്കി മാറ്റാൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരിക്കലും BJPയുടെ ജയമൊന്നും പറയാൻ പറ്റില്ല. BJPയുടെ ഭാഗമൊന്നുമല്ല, നിയമമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക്, അതായത് ചേട്ടൻ പറയുന്നത്, ഞാൻ പറയുന്നത് ഇനി നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും. കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും 1-2 ഒഴിച്ചെടുത്ത് ബാക്കിയിടത്തെല്ലാം BJPക്ക് ഭൂരിപക്ഷം വന്നു. അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് വന്നതാണെങ്കിൽ തൃശ്ശൂരും ലോക്സഭാ മണ്ഡലമല്ല. കാരണം സുരേഷ് ഗോപിയെ നമ്മൾ എടുത്തു മാറ്റി വേറൊരാളെ ഇട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ BJP തോക്കും. കാരണം BJPക്ക് അവിടെ സാധ്യതയൊന്നുള്ള മണ്ഡലമല്ല. സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രം BJP എ ക്ലാസ് മണ്ഡലമാക്കിയത്. സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രം 10 കൊല്ലം അവിടെ നിന്ന് സുരേഷ് ഗോപി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ജനം മൊത്തം വോട്ട് ചെയ്തു. അവിടെ ജാതി മതമൊന്നുമില്ല. അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു, ഹിന്ദുക്കൾ വോട്ട് ചെയ്തു. സുരേഷ് ഗോപി കൊള്ളാവുന്നതുകൊണ്ട് വോട്ട് ചെയ്തു. BJP ഒന്നല്ല, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി. ഇനി അത് BJP ആക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും. അത് BJP ആക്കണം. കാരണം BJP ആണ് സുരേഷ് ഗോപി ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് സുരേഷ് ഗോപി ആ മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ട സഹായം അദ്ദേഹം ചെയ്യും. മണ്ഡലം വികസിപ്പിക്കുകയൊക്കെ ചെയ്യും. വേണ്ട സഹായം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അവിടുത്തെ ഇവർ രണ്ടുപേരും ഒരുപോലെ നിന്ന് ഇപ്പോൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ബാക്കി കേരളത്തിലുടനീളം ഇതിനെ മാതൃക കേരളത്തിലുടനീളം BJPക്ക് ഒരു വളർച്ചയ്ക്ക് അത് പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമല്ല. ഇനി കേരളത്തിൽ BJPയുടെ വളർച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വികസനത്തിന് അടിസ്ഥാനമാക്കി ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലം നോക്കിക്കാണുകയും BJP ജയിച്ചാൽ ഇത്തരത്തിൽ വികസനം ഉണ്ടാകുകയൊക്കെ കണ്ട് BJPക്ക് ഒരു വളർച്ച ഉണ്ടാകും. അതിനകത്ത് BJP വളരണമെന്ന് കണ്ട് ഇവിടുത്തെ BJPയുടെ നേതൃത്വവും സുരേഷ് ഗോപിയൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ BJPക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ചേട്ടാ, സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയല്ലോ. എന്ന് പറഞ്ഞാൽ മോദി ജയിച്ചിട്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തല്ലോ. ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ കാര്യം മോദി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മോദിക്ക് സുരേഷ് ഗോപിയോട് വളരെ വലിയ താല്പര്യമാണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു, സുരേഷ് ഗോപിയെ നേരിട്ട് കാണണം, സുരേഷ് ഗോപിക്ക് എപ്പം നരേന്ദ്രമോദിയെ വിളിക്കാം, ഏത് പാദയാത്ര വിളിച്ചാലും നരേന്ദ്രമോദി ഫോൺ എടുക്കും. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ബാക്കപ്പ് സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതായത് തൃശ്ശൂർ നിങ്ങൾ ജയിപ്പിക്കുന്നത് സുരേഷ് ഗോപി അല്ല, MP അല്ല, ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ആ ഒരു ടാഗിലാണ് ജയിപ്പിച്ചു വിട്ടത്. ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു പോകുമ്പോൾ ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തൃശ്ശൂർ മാത്രമാണോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ? കാരണം സുരേഷ് ഗോപി ഒരു MP ആയിരുന്നപ്പോൾ കേരള സർക്കാരിന് കൊടുത്ത തലവേദന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഇവിടെയുള്ള സർക്കാരിന് അതുണ്ടാക്കാൻ പോകുന്ന തലവേദന എത്രയായിരിക്കും? തലവേദന ഞാൻ പറയില്ല, സുരേഷ് ഗോപി നല്ലത് മാത്രം ചെയ്യും. സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രി ആവുകയാണെങ്കിൽ ഇന്നലെ MP ആയപ്പോൾ തന്നെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ, കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ കേരളത്തിന് കമല്ല. അതിപ്പം MP ആയപ്പോൾ തന്നെ സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കേരളത്തിൽ മൊത്തത്തിലുള്ള വികസനത്തിന്
അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തത്തിലുള്ള വികസനത്തിന് അനുകൂലമായിട്ട് തന്നെ പ്രവർത്തിക്കും. കാരണം ഇത് തന്നെയാണ് മോദി അയാളിൽ കണ്ടത്. മോദി അദ്ദേഹത്തിൽ കണ്ടതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം പുള്ളി ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിസ്വാർത്ഥമായിട്ട് അത് കൊണ്ടു നടക്കും. അത് വളരെ കൃത്യമായിട്ട് ഏൽപ്പിച്ചാൽ മതി. ഈ അമിത്ഷായുടെ കാര്യം പറഞ്ഞ പോലെ അതിനപ്പുറം പുള്ളി എന്തെങ്കിലും കയ്യിൽ നിന്നും കൂടി ഇട്ട് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത്രയും പേരെ കണ്ടപ്പോൾ, സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ തിരിച്ചറിയുകയും സുരേഷ് ഗോപിയുടെ കൂടെ നിന്നിട്ട് ഇത് സുരേഷ് ഗോപി എൻ്റെ കാൻഡിഡേറ്റ് ആണെന്ന് പറയുകയും മറ്റ് കാൻഡിഡേറ്റുകളെ അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി എന്താണെന്ന് മോദിക്ക് മനസ്സിലായിട്ടുണ്ട്. മോദി അതിനനുസരിച്ച് ഒരു പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖല പുള്ളിക്ക് കണ്ടെത്തി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടെത്തി കൊടുത്താൽ ആ പ്രവർത്തന മേഖല വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് പൂർണ്ണമാക്കുന്നതിന് സുരേഷ് ഗോപി തയ്യാറാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ സുരേഷ് ഗോപി വന്നതോടുകൂടി വേറൊരു വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായതും ഈ ഇടത് വലത് മുന്നണികളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ മാറ്റം, ക്രിസ്ത്യാനികൾക്ക് BJP-യോടുള്ള അൺടച്ചബിലിറ്റി പോയി എന്നുള്ളതാണ്. ഇത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ബാധിക്കുമെന്ന് തോന്നുന്നു? അല്ല, ക്രിസ്ത്യാനി ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം ക്രിസ്ത്യാനി വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും അറച്ചു നിൽക്കുകയാണ്. പക്ഷേ തൃശ്ശൂർ വോട്ട് ചെയ്തു. തൃശ്ശൂർ ഇപ്പം മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ എങ്ങും നേതാക്കളില്ല. ഇതല്ലേ UDF-നകത്ത് ക്രിസ്ത്യൻ MP-മാരൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനിക്ക് പണ്ട് KM മാണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിക്കായിട്ടൊരു നേതാവില്ല. മാണിക്ക് ശേഷം ജോസ് കെ മാണി പോയി. ജോസ് കെ മാണിയുടെ ഒക്കെ കാര്യം തീരാറായി. കാരണം അത് അടച്ചു വെക്കേണ്ട പുസ്തകം പോലെ ആയിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യാനിക്ക് ഒരു നേതാവില്ല. ക്രിസ്ത്യാനിക്ക് ഏറ്റവും നല്ലത് ഇപ്പം അവർ ഒത്തിരി ഓഫർ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനി ഇപ്പം നമ്മളീ പറഞ്ഞ എല്ലാവരും ഞഞ്ഞപ്പ കുഞ്ഞപ്പ എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണിയെ കൊണ്ട് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ, നാളെ കാലത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, നിങ്ങൾ അയാൾക്ക് വേണ്ട അവസരം കൊടുത്താൽ ഞങ്ങൾ ഒരു ഇത് അത് അല്ലാണ്ടിൽ കൂടെ BJP ഉദ്ദേശിക്കുന്നതാണ്. കാരണം ന്യൂനപക്ഷ അല്ലെ ആക്കിയാണിയുടെ മകൻ നല്ല പഠിത്തവും ഓരോക്കെ ഉള്ള പിന്നെ സംസാരിക്കുമ്പോൾ കൊത്ത വരും. അത് തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് ഉണ്ടായതാണ്, നമ്മുടെ പുള്ളിയുടെ കുറ്റമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഇമേജ് ഉണ്ട്. അത് ക്രിസ്ത്യാനിക്ക് ബോധ്യമുണ്ട്. ക്രിസ്ത്യാനിക്ക് അത്ര ബുദ്ധിയില്ലാത്തവരല്ല, ബോധ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അയാളെ നാളെ കാലത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാം. കാരണം ഇവിടെ ന്യൂനപക്ഷം ത്തിന് വ്യക്തമായ സ്വാധീനമുള്ള മണിപ്പൂരൊന്നും ഏഷ്യതയില്ല സുരേഷ് ഗോപിയുടെ. അല്ല, മണിപ്പൂരൊന്നും അവിടെ പറഞ്ഞല്ലോ, അവിടെ ക്രിസ്ത്യാനികൾ പറഞ്ഞല്ലോ. മണിപ്പൂർ അവിടെ ഇവിടുന്ന് 10,000 കിലോമീറ്റർ അപ്പുറം കിടക്കും. ഇവിടെ ഞങ്ങൾ കാര്യം നടത്തുന്നത് സുരേഷ് ഗോപി ജയിപ്പിക്കണം. അവിടെ ക്രിസ്ത്യാനി ബിസിനസ്മാനാണ്, മാത്രമല്ല നല്ല ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഈ ആവശ്യമില്ലാത്തതൊന്നും കുത്തിവെച്ച് അങ്ങോട്ട് ഏക്കത്തുമില്ല. ആവശ്യമില്ലാത്ത കാര്യം ഒന്നും അവർ ഏറ്റെടുക്കത്തില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അത്തരത്തിലാണ് അതുകൊണ്ടാണ് അവിടെ വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്. ലൂർദ് മാതാവ് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. ലൂർദ് മാതാവ് എല്ലാം സഹായിക്കാതെ അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപി എടുത്തു പറഞ്ഞു എല്ലാ ഈശ്വരന്മാർക്കും എന്റെ ലൂർദ് മാതാവിന് നന്ദി. ഒരുപാട് വേദനിപ്പിച്ചു കേട്ടോ ലൂർദ് മാതാവിന്റെ കിരീടത്തിന്റെ വിവാദം. അതൊക്കെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് രണ്ട് ചേരിയ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റിയൊക്കെ പള്ളിയുടെ കിരീടം കൊണ്ട് പരിശോധിക്കാൻ പറ്റും. ഇല്ല, സത്യസന്ധമായിട്ട് പുള്ളി അതിനകത്ത് പറഞ്ഞ അവിടെ 10 ലക്ഷത്തിന്റെ കിരീടം കൊടുക്കാന്ന് ഇനിയിപ്പം അദ്ദേഹം കൊടുക്കാം. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഒത്തിരി വേദനിപ്പിച്ചു. അത് ജനത്തിന് മനസ്സിലായി. കാരണം ഇയാളൊരു പാവം പിടിച്ചവനാണ്, എല്ലാം സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അദ്ദേഹത്തെ ഇത്ര പറയുന്നതാണ്. അങ്ങനെ ഉപദ്രവിച്ചാൽ ജനവും കൂടെ കൂടും. ജനം കൂടെ കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇനി ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ ഇത്രയധികം ഉപദ്രവിച്ചു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രിയായി കഴിയുമ്പം ഈ ഉപദ്രവത്തിന്റെ ഡോസ് കൂടും. അല്ല, കൂടും. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷവും കൂടും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്തും. CPM നിർത്തിയല്ലോ, പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നിർത്തിയതാ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ശോഭനെ ഇനി പുറകെ നടന്ന് ആക്ഷേപിക്കേണ്ട, ചിത്രയെ ആക്ഷേപിക്കേണ്ട എന്ന് പറയാൻ കാര്യം എന്തോ? ഇപ്പൊ എന്താ സംഗീ എന്ന് വിളിച്ചുകൊണ്ട് വരാത്തെ? ഇത് തിരിച്ചടിക്കുമെന്ന് മനസ്സിലായി നിർത്തും. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത് അവർക്ക് മനസ്സിലായി. ഇനി അതിന്റെ പുറകെ നിൽക്കത്തില്ല. എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടേ കണ്ടുപിടിക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയക്കാരുടെ കൂടെ BJP-യുടെ കൂടെ കൂടി അബദ്ധങ്ങൾ പറ്റാതെ പരസ്പരം ആലോചിച്ച് മുന്നോട്ട് പോയാൽ വൻ വിജയമായിരിക്കും.